ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മോയ്സ്ചറൈസേഴ്സിൻ്റെ വീഡിയോ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന കുറച്ച് മോയ്സ്ചറൈസേഴ്സ്, കുറച്ച് DIYs ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്ലെൻസേഴ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, ടോണേഴ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതെല്ലാം പോയി കണ്ട ശേഷം ഈ വീഡിയോ കാണാം. മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല, എല്ലാവരും ചെയ്യുന്നൊരു റുട്ടീനായിരിക്കും അത്. കാരണം ടോണിങ് ചെയ്തില്ലെങ്കിൽ ക്ലെൻസിങ് ചെയ്യാത്തവർ ടോണിങ് ചെയ്യാത്തവരൊക്കെ ഈ മോയ്സ്ചറൈസിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മളുണ്ടല്ലോ, നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും റെഡിമെയ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യണം, എവരിഡേ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ചുളിവുകളൊക്കെ വീഴും, അതായത് പ്രീമച്വറായിട്ടുള്ള റിങ്കിൾസ് വരും, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, സ്പോട്ട്സ്, ആക്നി, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രൈ സ്കിന്നിനേലും കൂടുതൽ സ്കിൻ പ്രോബ്ലംസ് വരുന്നത് ഓയിലി സ്കിൻകാർക്കായിരിക്കും. ഓയിലി സ്കിന്നുള്ളവർക്ക് അറിയായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ അവർക്കായിരിക്കും വരിക. അതായത് ഇതുപോലുള്ള ആക്നി, പിന്നെന്താ പറയുക, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, സ്പോട്ട്സ് ഒക്കെ ഈ ഓയിലി സ്കിൻകാർക്ക് വരാറുണ്ട്. നല്ലപോലെ കെയർ ചെയ്യേണ്ട ഒരു സ്കിൻ ടൈപ്പാണ് ഈ ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിൻകാർ കൂടുതൽ ശ്രദ്ധിക്കണം, നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യണം സ്കിൻ. അപ്പോൾ ഞാൻ മെയിൻലി പറയാൻ പോകുന്നത് ഈ രണ്ട് സ്കിൻ ടൈപ്പാണ്, ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും. പിന്നെ അതിനിടയിൽ വരുന്ന കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ, ഇതൊക്കെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും ഇതിലുള്ളത്, അപ്പോൾ അത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഏതാണെന്ന് നോക്കാം. അലോവേര ജെല്ലാണ്. അലോവേര ജെൽ ഇപ്പോൾ റെഡിമെയ്ഡ് അലോവേര ജെല്ലുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 99% ഫ്രഷ് എന്ന് പറഞ്ഞ് 100% നാച്ചുറൽ, അങ്ങനെയൊക്കെയുള്ള അലോവേര ജെല്ലുകൾ പല ബ്രാൻഡിൻ്റെയും കിട്ടുന്നുണ്ടായിരിക്കും. അത് പറ്റുമെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുക. ഫ്രഷ് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കേട്ടോ, ഫ്രഷ് അലോവേര ജെല്ല് ചിലപ്പോൾ ചിലർക്ക് ഒരു ഇച്ചിനെസ് ഒക്കെ ഫീൽ ചെയ്യും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ, നേരിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നല്ല നല്ല ബ്രാൻഡുകളുടെ, പതഞ്ജലിയുടെ, വാവിൻ്റെ, അതൊക്കെ നല്ല നല്ല അലോവേര ജെല്ലുകളാണ്. ലാക്മേരി ഉണ്ട്, കുറച്ച് പ്രൈസിയാണ്. അങ്ങനെയൊക്കെയുള്ള അലോവേര ജെല്ലുകൾ വാങ്ങി യൂസ് ചെയ്യുക, റെഡിമെയ്ഡ് ആയിട്ടുള്ളത്. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ്. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, അത് എടുത്ത് അതിൻ്റെ ആ ജെല്ലെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് നേരത്തേക്ക് ഒരു ഇച്ചിനെസ് ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. കുറേ നേരത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ, നിങ്ങൾ റെഡിമെയ്ഡ് ഉപയോഗിക്കാം. അടുത്തത് നമുക്ക് ഓയിലി സ്കിന്നിനെ പറ്റിയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, കുറച്ച് DIYs. ഓക്കെ, ആദ്യം പറയാനുള്ളത് ബനാനയാണ്. ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബസ്റ്റ്, പിന്നെ എന്താ നമ്മുടെ നേന്ത്രപ്പഴം, അതൊക്കെ ഉണ്ടല്ലോ, നല്ല പോലെ പഴുത്ത് കറുത്തിരിക്കണത്, നല്ല പോലെ പഴുത്തിട്ടുള്ളത്, അത് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. 20 minutes അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ഓയിലി സ്കിൻകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്, വളരെ നല്ലതാണ്. ഇതിൽ ഒരു ആഴ്ചയിൽ 2 ദിവസം ഇത് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ വെറുതെ ഉള്ള ഒലിവ് ഓയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ആ ഇളം ചൂടോട് കൂടിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓയിലി സ്കിൻകാർക്ക് വളരെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ തരാൻ വളരെ നല്ലതാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. അതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാം കേട്ടോ, ഒരു 10 minutes അപ്ലൈ ചെയ്താൽ മതി. പിന്നെയെന്ന് പറയുന്നത് ഈ ഒലിവ് ഓയിൽ തന്നെ. ഒലിവ് ഓയിലിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ മിൽക്ക്, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ മിൽക്കിൽ കുറേ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആക്കും സ്കിന്നിനെ, വളരെയധികം സോഫ്റ്റ് ആക്കും. പിന്നെ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഡെഡ് സെൽസും അതുപോലെ എന്താ പറയുക, സ്കിൻ നല്ലപോലെ ക്ലിയർ ചെയ്യാനും ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് അലോവേര ജെൽ. അലോവേര ജെൽ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ്. അപ്പോൾ അലോവേര ജെല്ലും നമുക്ക് അപ്ലൈ ചെയ്യാം, ഓയിലി സ്കിൻകാർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തൊരു റെമഡി എന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ കുറച്ച് ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുക. 5 minutes ഒന്നും കൂടി ബോയിൽ ചെയ്യുക. അതിനുശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട്
അതിലോട്ട് കുറച്ച് നല്ല അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതും ഓയിലി സ്കിൻകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓയിലി സ്കിന്നിന് പറ്റിയത്. അടുത്തത് നമുക്ക് ഓയിലി സ്കിന്നിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ സ്കിന്നിൻ്റെ കാര്യം നോക്കാം. ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള കുറച്ച് DIYs നോക്കാം. ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഞാൻ പറയുന്നത് അലോവേര ജെൽ തന്നെയാണ്. കാരണം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് അലോവേര ജെൽ. അപ്പോൾ അലോവേര ജെൽ. രണ്ടാമത് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ പ്യുവർ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസി ഒന്നുകൂടി ലൂസാകും. അപ്പോൾ നല്ല തിക്നെസ്സൊക്കെ കുറഞ്ഞ് അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. കുറച്ചെടുത്തിട്ട് ചൂടാക്കി ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. നോർമൽ സ്കിൻ ടൈപ്പിന് ഇത് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ ഒരു 10 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഡെയിലി നമുക്കിത് ചെയ്യാവുന്നതാണ്, ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നിനും. പിന്നെയെന്ന് പറയുന്നത് ഹണിയാണ്. ഹണി മിൽക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതും ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ്, വളരെ നല്ലതാണ് കേട്ടോ. ഇതൊരു 10 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഹണിയും മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്തത്. മിൽക്ക് എന്ന് പറയുന്നത് നല്ലപോലെ സ്കിന്നിനെ സോഫ്റ്റൻ ചെയ്യും, ഹണി നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ വളരെ നല്ലതാണ്. പിന്നെ പറയാനുള്ളത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയായിരിക്കും ഷിയ ബട്ടറിനെ പറ്റിയിട്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബട്ടറാണ്. ഷിയ ട്രീയുടെ ഫ്രൂട്ടിൻ്റെ നട്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ ഷിയ ബട്ടർ എന്ന് പറയുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്, കാരണം അതിൻ്റെ ഒറിജിനലായിട്ടുള്ള എന്താ പറയുക ഫ്രഷ് ഷിയ ബട്ടറൊക്കെ ഉണ്ടല്ലോ, 100% നാച്ചുറലൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ 99% നാച്ചുറലൊക്കെ ആയിട്ടുള്ള ഷിയ ബട്ടർ കിട്ടും. ഭയങ്കര എക്സ്പെൻസീവാണ്, പക്ഷെ വളരെ നല്ലതാണ്. ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണ്. അതിൽ വൈറ്റമിൻ എ ഒക്കെ ഉണ്ട്. അത് നല്ലപോലെ ഗ്ലോവിങ് ആയിട്ടുള്ള നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യും, നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യും. വളരെ നല്ലതാണ് കേട്ടോ ഷിയ ബട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് അറിയില്ല, ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങി യൂസ് ചെയ്യുക, വളരെ നല്ലതാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ എന്താ പറയുക, ഷിയ ബട്ടർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ആൽമണ്ട് ഓയിൽ, ബദാമെണ്ണ ഉണ്ടല്ലോ, ബദാമെണ്ണ, അത് നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ. ഡ്രൈ സ്കിൻകാർക്ക് ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്യാം, അതും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അലോവേര ജെൽ, അതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് അലോവേര ജെൽ, അതും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. ചില സമയത്ത് ഒരു കോമ്പിനേഷൻ സ്കിന്നിൻ്റെ നേച്ചറാണ് കേട്ടോ. ചില സമയത്ത് ഇത്തിരി ഓയിലി ആവാറുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുറേ എക്സ്പെൻസീവ് ഒന്നുമല്ല, ഷിയ ബട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല. ഷിയ ബട്ടർ ഉപയോഗിക്കണമെന്നുണ്ട്, നോക്കണം. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാട്ടോ പറ്റുന്നവരാണെങ്കിലും. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ അലോവേര ജെല്ലാണ്. ഈ അലോവേര ജെൽ കണ്ടോ, നല്ല ക്ലിയറാണ്, നല്ല ക്ലിയർ അലോവേര ജെല്ലാണിത്. ഞാൻ കുറേ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഭയങ്കര ക്ലിയറാണ്, ക്ലിയർ അലോവേര ജെല്ലാണ്, വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വാവിൻ്റെ ഒക്കെ വളരെ നല്ലതാണ്. ഇങ്ങനത്തെ അലോവേര ജെല്ലുകളുണ്ട് വാവിൻ്റെ, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാം, വളരെ നല്ലതാണ് കേട്ടോ. വാവിൻ്റെ പതഞ്ജലിയുടെ ഒക്കെ നല്ല അലോവേര ജെല്ലുകൾ കിട്ടും. അപ്പോൾ നിങ്ങളത് വാങ്ങി യൂസ് ചെയ്യുക, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ്. ഓക്കെ, പിന്നെതാ ഇതെന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്, ബദാം എണ്ണയാണ്. കണ്ടൊരു യെല്ലോ ടിൻ്റാണ് ഉള്ളത്. ഞാൻ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി, ഒരു 10 മിനിറ്റ്സ്, വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ. പിന്നെ അടുത്തത് ആൽമണ്ട് ഓയിലാണ്, ബദാം എണ്ണ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ചിരിക്കരുത്, കോക്കനട്ട് ഓയിലാണ്, നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ അമ്മ. നല്ല പ്യുവർ കോക്കനട്ട് ഓയിലാണ്.
വീട്ടിൽ ആട്ടി ഉണ്ടാക്കിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പ് കാരണം ഇങ്ങനെ ഡ്രൈ എന്താ പറയുക കട്ടയായിരിക്കുകയാണ് കണ്ടോ. ഈ ലിപ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ലിപ്സൊക്കെ മോയ്സ്ചറൈസ് ചെയ്യാൻ കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ നല്ല ഈസിയാണ്, ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണോണ്ട്. ഇങ്ങനെ ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്യാം, വളരെ നല്ലതാണ്. നമ്മുടെ ലിപ്സിന് ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് 3 ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ചില ടൈംസിൽ ചില സമയത്തൊക്കെ ഞാൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും, ചില സമയത്ത് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കും. തിക്നെസ് കുറവാണ് ആൽമണ്ട് ഓയിലിന്, അപ്പോൾ അത് ഉപയോഗിക്കും. പിന്നെ അലോവേര ജെൽ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള DIY മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഒക്കെ വാങ്ങി ഉപയോഗിക്കുക. പറ്റുന്നവരാണെങ്കിൽ ഷിയ ബട്ടർ അതുപോലെയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു അലോവേര ജെൽ വാങ്ങി വയ്ക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള 99% അല്ലെങ്കിൽ 100% ഒക്കെ അലോവേര ജെല്ല് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക, റെഡിമെയ്ഡ് ആയിട്ടുള്ളത്. അല്ലാത്ത ടൈമിലൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള കോക്കനട്ട് ഓയിലോ ബദാം ഓയിലോ ഒക്കെ വാങ്ങി ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അതൊന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന്. മറ്റ് കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നതിലും നല്ലത് ഇത്തരം മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുന്നതാണ്. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇത്തരം മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. എന്തായാലും അപ്പോൾ ഒരു ബോട്ടിൽ നിങ്ങൾ കരുതി വെക്കുക, റെഡിമെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ. സൺ ടാൻ ഒന്നും പറ്റാണ്ടിരിക്കാനുള്ള ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ SPF ഒക്കെ ഉള്ളത്, അങ്ങനെയുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം കരുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് സൺ ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ SPF ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത്തരം മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. സോറി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ, ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന ഒരു ബോക്സിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളതും ചെയ്യണം. അപ്പോൾ എന്താ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.